ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം മുമ്പാകെ പ്രസാദമുള്ള ഒരു ജീവിതം നമ്മൾ നയിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ തക്ക സമയത്ത് അനുഗ്രഹിക്കാനും ഉയർത്താനും ആവശ്യ സമയത്ത് നമ്മെ വിടുവിക്കുവാനും കഴിയുകയുള്ളൂ. എങ്ങനെയാണ് ആ പ്രസാദം ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിയുന്നത്? അതിന് ധാരാളം കാര്യങ്ങൾ വേദപുസ്തകത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പല സമയങ്ങളിലും ഏറ്റവും വളരെ കുറച്ച് പ്രസംഗിക്കപ്പെടുന്ന എന്നാൽ വളരെ ഗൗരവമായ ഒരു ആത്മീയ വിഷയം ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. 41-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ദാവീദിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്കെന്നിൽ പ്രസാദമായെന്ന് ഞാൻ അറിയും. അതായത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ദൈവം പ്രസാദിക്കുന്നവൻ്റെ ജീവിതത്തിൽ മാത്രമേ ശത്രുവിന് ജയമെടുക്കാതിരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ഒരു ദൈവപ്രസാദമുള്ള ജീവിതത്തിനായിട്ട് എന്താണ് ആവശ്യമായിട്ടുള്ളത്? ഇതിനു മുമ്പ് നമ്മുടെ ഈ ചാനലിൽ ദൈവപ്രസാദത്തിനായിട്ട് ദൈവകൽപ്പനകൾ അനുസരിക്കണമെന്നും പാപത്തെ ജയിക്കണമെന്നൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇന്ന് ദൈവം നമ്മിൽ പ്രസാദിക്കാനും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ന്യായവിധികളെ പോലും നമുക്ക് ജയിക്കുവാനുമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവിക ഗുണം, ഈ ഒരു ഗുണം നിർബന്ധമായും നമ്മിൽ ഉണ്ടാകേണ്ടതാണ്. ഈ 41-ാം സങ്കീർത്തനം നമ്മളെപ്പോലെ തന്നെ ദാവീദ് ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് കിടക്കുകയാണ്. ഇനി ഒരിക്കലും എഴുന്നേക്കത്തില്ല, ഇനി ഒരിക്കലും നടക്കത്തില്ല, ദൈവം അവനെ തള്ളിക്കളഞ്ഞു, ഒരു ദുർവ്യാധി പിടിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വരുന്നവരും പോകുന്നവരുമൊക്കെ നിന്ദിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് താൻ എഴുന്നേറ്റു വന്ന ഒരു രംഗം, അല്ലെങ്കിൽ അത്രയും ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് കരുതിയ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് താൻ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് ഈ സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതൊരു പ്രവചന സങ്കീർത്തനമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഞാനതിനെ ആ ഒരു മശീഹൈക സങ്കീർത്തനത്തിൽ നിന്നൊന്ന് മാറ്റി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കൊക്കെ വരുമ്പോൾ പല സമയത്തും പല ആളുകളും മറ്റുള്ളവരെക്കുറിച്ച് പറയുന്നത്, ഇനി ഒരിക്കലും എഴുന്നേക്കത്തില്ല, ഇനി ഒരിക്കലും തിരിച്ചു വരത്തില്ല, അവൻ്റെ വഴിയെല്ലാം അടഞ്ഞു, അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ നമുക്കൊന്ന് തിരിച്ചു വരാനായിട്ട് പറ്റും? അതാണ് ദാവീദ് എങ്ങനെയാണ് തിരിച്ചു വന്നത്. അതിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയാണ്. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയും പാട്ടും വെറും വിശ്വാസവും മാത്രം പോരാ. പിന്നെന്താണ് ആവശ്യം? അവന് പ്രവർത്തികൾ ഉണ്ടാകണം. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കുറച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നല്ല പ്രവർത്തികൾ. പ്രിയരെ, രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്നത് നമ്മുടെ പ്രവർത്തികളാലല്ല. പ്രവർത്തികളാൽ ആരും രക്ഷിക്കപ്പെടുന്നുമില്ല. പ്രവർത്തികളാൽ മനുഷ്യൻ രക്ഷിക്കപ്പെടുമായിരുന്നെങ്കിൽ, അവൻ്റെ നല്ല പ്രവർത്തികളാൽ രക്ഷിക്കപ്പെടുമായിരുന്നെങ്കിൽ പുത്രൻ ഈ ലോകത്തിലേക്ക് വന്ന് ഇത്ര ദാരുണമായ പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയി ക്രൂശീകരണമൊന്നും അനുഭവിക്കേണ്ടതല്ലായിരുന്നല്ലോ. അപ്പം രക്ഷയ്ക്ക് നമ്മുടെ പ്രവർത്തികൾ അതേ രക്ഷയ്ക്ക് അടിസ്ഥാനമല്ല, അല്ലെങ്കിൽ പ്രവർത്തികൾ കൊണ്ട് രക്ഷിക്കപ്പെടുന്നില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ടവർക്ക് പ്രവൃത്തി ഉണ്ടാകണമെന്ന് തന്നെയാണ്. എങ്ങനെയുള്ള പ്രവൃത്തികളാണ് നമുക്കുണ്ടാകേണ്ടുന്നത്? ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദാവീദിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ഞാൻ വളരെ ചുരുക്കത്തിൽ അങ്ങ് പറയുകയാണ് കേട്ടോ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും, ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല, രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ കിടക്ക മാറ്റി വിരിക്കും. എന്താണിത്? പ്രിയരെ, നമ്മൾ നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരായി തീരുക. അതായത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, കരുണയില്ലാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. എന്താണ് കരുണ എന്ന് പറയുന്നത്? പറഞ്ഞു തരാം.
നമ്മളോട് ആരൊക്കെയോ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചു കളഞ്ഞു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ ദൈവകൃപയിലായി, ഇനി നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യണ്ട, ഇനി നമ്മളിങ്ങനെ ജീവിച്ച് സ്വർഗത്തിലേക്ക് പോകാനായി പാട്ടും പ്രാർത്ഥനകളുമൊക്കെ ആയിട്ട് നമ്മളങ്ങ് ജീവിച്ചാൽ മതി. തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, സത്യമാണ്. പക്ഷേ നമ്മുടെ പിതാവ് മനസ്സലിവ് ഉള്ളവനായതുകൊണ്ട് നമ്മളും മനസ്സലിവുള്ളവരാകണമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അടുത്തത്, ഈ യാക്കോബിൻ്റെ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ വിശ്വാസം പ്രവൃത്തികളാൽ തെളിയിക്കപ്പെടണം. നമ്മൾ ഈ നല്ല പ്രവൃത്തികൾ ചെയ്യുക എന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അത് നമുക്കൊരു അനുഗ്രഹമാണ്. അതായത് നമ്മുടെ ചുറ്റുപാടും ഇടയിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആവശ്യത്തിലിരിക്കുന്നവർ, അശരണർ, പ്രത്യേകിച്ച് ഇനി സ്കൂളൊക്കെ തുറക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബാഗുകൾ മേടിച്ച് അവരെ നല്ല സ്കൂളുകളിൽ പറഞ്ഞു വിടുമ്പോൾ നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കണം. നമ്മുടെ ചുറ്റുപാടും ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ബാഗുകൾ ഇല്ലാത്തവരായി, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ കഴിയാത്തവരായി ഒരുപാട് പേരുണ്ട്. ഞാൻ പറയുന്നത് ഏതെങ്കിലും കണ്ട് എവിടെങ്കിലും അയച്ചു കൊടുക്കുന്നതല്ല. ചതിവ് പറ്റരുത്. ഒത്തിരി പേർക്ക് അങ്ങനെ ചതിവുകൾ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പറ്റിയ പലരും ഇപ്പോൾ ചെയ്യാതിരിക്കുകയാണ്. പക്ഷേ അതൊന്നും നമ്മൾ പ്രവൃത്തികൾ ചെയ്യാതിരിക്കാനുള്ള ന്യായീകരണമല്ല. ശ്രദ്ധിച്ച് കേൾക്കുക. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിലെ വാക്യമാണ്. ഓക്കെ, അടുത്തത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ, നിന്റെ മാംസരക്തങ്ങളായവർക്ക് നിന്നെ തന്നെ മറയ്ക്കരുത്, അങ്ങനെയെങ്കിൽ വിശപ്പുള്ളവന് ആഹാരം കൊടുക്കുന്നു, നഗ്നനെ നീ ഉടുപ്പിച്ചാൽ നിന്റെ അസ്ഥിക്ക് സൗഖ്യം ദൈവം വരുത്തും, നിന്നെ നീരുറവുള്ളവരത്തേക്ക് ദൈവം നിന്നെ നടത്തും, ദേശത്തിൻ്റെ മേൽ ഉന്നതികളിൽ മേൽ നിന്നെ വാഹനമേറ്റി നടത്തുമാറാക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ എത്ര കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് എന്തെല്ലാം ചെയ്താലും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രവൃത്തിയില്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങൾക്ക് പരിധികളുണ്ടാകും. ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചില ആളുകൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മുടെയൊക്കെ പണ്ട് മാതാപിതാക്കന്മാർ അവരുടെ ഇല്ലായ്മകളിൽ പോലും അവർ സഹാനുഭൂതിയുള്ളവരായിരുന്നു. രോഗികളെ, ബുദ്ധിമുട്ടിൽ കിടക്കുന്നവരെ അവരെ കൊണ്ടാകുന്നത് പോലെ സഹായിക്കുകയും കൈത്താങ്ങലുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ മാത്രമല്ല ഇത് ചെയ്യുന്നത്. ഒരുപക്ഷെ ക്രൈസ്തവരെക്കാൾ, അല്ലെങ്കിൽ ഈ ദൈവവചനം പറയുന്ന വേർപെട്ടവരെന്ന് പറയുന്ന ആളുകളെക്കാൾ അധികം സഹായിച്ച് ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ധാരാളം അല്ലാത്ത ആളുകളെ, ഹിന്ദു മുസ്ലിം സഹോദരങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമുണ്ട് എന്ന് ഞാൻ പറയാം. ഒരു 1.5-2 വർഷം മുമ്പ് എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ കൂടെ കാതോലിക്കറ്റ് കോളേജിൽ പഠിച്ച ഒരു പെൺകുട്ടി ബ്ലഡ് ക്യാൻസറായി. അവൾക്ക് കീമോതെറാപ്പിക്കും ഒന്നും പണമില്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെല്ലാം അതിനെക്കുറിച്ചെല്ലാം ഇട്ടു. അങ്ങനെ എന്നെയും മറ്റൊരാളെയുമാണ് ഈ പണം കളക്ട് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചത്. എന്നിട്ട് ആ പൈസ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചു. അങ്ങനെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചത് 1000-2000 ഒക്കെ വെച്ച് വരുമെന്നാണ്. ഞാൻ ഞെട്ടിപ്പോയി. 20,000-25,000 രൂപയൊക്കെ വെച്ച് ഓരോരുത്തരെ അയക്കുക. ഈ അയച്ചത് ആരാണെന്നറിയാമോ? ഹൈന്ദവ വിശ്വാസങ്ങളിലൊക്കെയുള്ള നമ്മൾ പറഞ്ഞ വേർപെടാത്ത, അല്ലെങ്കിൽ വേർപെട്ട ആൾക്കാരല്ല, അത്തരത്തിലുള്ള സഹോദരന്മാരാണ് അയച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. അവരുടെ ആ വിശാലമായ മനസ്സ് നമ്മളൊന്ന് ചിന്തിക്കണം. അവർ ഈ ചെയ്യുന്നതിൻ്റെ കുറച്ച് അനുഗ്രഹങ്ങൾ അവർക്ക് ഈ ഭൂമിയിൽ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, പ്രിയരെ, നമ്മൾ ഈ ഒരു വിഷയത്തെ ഒന്ന് മനസ്സിലാക്കണം. അവരൊക്കെ അത്രയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ പരിമിതമായിരിക്കാം, ബുദ്ധിമുട്ടിലായിരിക്കാം. പക്ഷേ ദൈവം നമ്മളെ ഒരു നല്ല അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുമ്പോൾ നമ്മളത് ചെയ്യണം. അതായത് നമ്മളത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാവീദ് എന്താ പറഞ്ഞത്? ദാവീദ് ഒരു വലിയ പ്രശ്നത്തിൽ കിടക്കുക. ദാവീദ് പറയുക, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ ദൈവം അവനെ രക്ഷിക്കും. അടുത്തത്, രോഗത്തിൽ കിടക്കയെ മാറ്റിവിരിക്കും, ശത്രുക്കളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല.
ദാവീദിൻ്റെ ജീവിതം നമ്മളൊന്ന് എടുത്തു നോക്കിക്കേ. ദാവീദിനോട് കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നതാരാ? ഒരു ഗതിയുമില്ലാത്തവർ. ആദ്യം ദാവീദ് തലവനായത് ഒരു ഗതിയുമില്ലാത്ത, നിത്യവൃത്തിക്ക് വകയില്ലാത്ത, ഈ അശരണരും ഉപേക്ഷിക്കപ്പെട്ടവരും ഗതികെട്ടവരുമായ ആളുകളുടെ നേതാവായിട്ടാണ് ദാവീദായത്. ആ ദാവീദിൻ്റെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ താണ അല്ലെങ്കിൽ ഇല്ലായ്മയിലൂടെ കടന്നുപോയവരോടൊക്കെ തനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതികളെ നമ്മളൊന്ന് മാറ്റാൻ തയ്യാറാകുക. ഇപ്പം യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? ഒരുവൻ 2-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഒരു നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഒരുത്തൻ വന്നിരിക്കുമ്പോൾ അവനോട് ഇവിടെ വന്നിരിക്കാൻ പറയുന്നു. ദരിദ്രം വരുമ്പോൾ അവനെ കാൽക്കീഴിലിരുത്തുന്നു. യാക്കോബിൻ്റെ ലേഖനം നമ്മളൊന്ന് പഠിക്കണം. അതൊരു ഗൗരവമായ വിഷയമാണ്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കാലങ്ങളിൽ ഭയങ്കരമായ വേർതിരിവ് ആത്മീയ കൂട്ടായ്മയിലുണ്ടായി. അന്നേരമാണ് പരിശുദ്ധാത്മാവ് ശരിക്കും ആളുകളെ കറക്റ്റ് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. എന്താ ദരിദ്രന്മാരെ ദൈവം തിരഞ്ഞെടുത്തു. അടുത്തത് കരുണ കാണിക്കണം. കരുണ കാണിക്കാത്തവൻ ഒരിക്കലും കരുണ തിരിച്ചു കിട്ടത്തില്ല. നമ്മൾ കരുണയുള്ളവരാകണം, മനസ്സലിവുള്ളവരാകണം. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കുമെന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. കണ്ണിൽ ചോരയില്ലാതെ ധാരാളം നന്മകൾ ദൈവം നമുക്ക് തരുമ്പോൾ ഇതൊക്കെ ദൈവം എനിക്ക് മാത്രം തന്നതാണെന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ യാത്ര ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായൊരു വരൾച്ച നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. അപ്പം അതുകൊണ്ട് ഇതൊരു വലിയ രഹസ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു പോലും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ദരിദ്രരെ ഓർത്തുകൊള്ളണമെന്നാണ്. അപ്പോസ്തലന്മാരൊക്കെ അവരുടെ ശുശ്രൂഷകളിൽ ഏറ്റവും അധികം അവർ ശ്രദ്ധിച്ചൊരു കാര്യം ദരിദ്രരെ ഓർത്തുകൊള്ളണം അല്ലെങ്കിൽ ഓർക്കണം എന്നുള്ളതാണ്. നമ്മളൊരു വീട്ടിൽ പോകുമ്പം ആ വീടിൻ്റെ കബോർഡുകൾ എത്ര മനോഹരമാണ്, സിറ്റ് ഔട്ട് എത്ര മനോഹരമായി പണിതിരിക്കുന്നു എന്നുള്ളതല്ല. ഒരു വീട്ടിൽ ചെന്ന് അവരുടെ അടുക്കളയ്ക്കകത്ത് ചെന്ന് കയറുമ്പം അവർ ചോറ് കഴിച്ചോ, അവർ വല്ലതും കഴിച്ചോ, ആ കുഞ്ഞുങ്ങൾക്ക് വല്ലതും ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് കാണാൻ തയ്യാറായാൽ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജനുവിനായ ഒരു സ്ഥലത്ത് ഇരുചെറുപ്പി അറിയാതെ നമ്മൾ കൊടുത്താൽ ആ കരുണ ദൈവികമായ ന്യായവിധിയെ ജയിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കരുണ കാണിച്ചാൽ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാം. പണ്ടത്തെ കാലത്തെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഒത്തിരി മറ്റുള്ളവരെ സഹായിക്കുകയും കൊടുക്കുകയും ആഹാരം കൊടുക്കുകയും മറ്റുള്ളവരോട് സ്നേഹത്തോടെയും അഹംഭാവമില്ലാതെ വിനയത്തോടും കൂടെയൊക്കെ ഇടപെട്ടപ്പോൾ പിൽക്കാലത്ത് അവരുടെയൊക്കെ മക്കളെ ദൈവം അനുഗ്രഹിച്ചു. ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നമുക്ക് പല സമയത്തും ഇല്ലാതെ പോകുന്നത് ഇതാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർക്ക് പ്രവൃത്തി ഉണ്ടാകണം. ദൈവം നമ്മളെ ഒരു നല്ല സ്ഥാനത്താക്കുമ്പോൾ, ദൈവം നമുക്ക് നന്മകൾ തരുമ്പോൾ, നമ്മുടെ സഹോദര കുടുംബങ്ങളിൽ ഒരാൾ ക്ഷയിച്ചു പോയാൽ, നമ്മുടെ ഇടയിൽ ഒരാൾ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരാൾ ഒരു കഷ്ടതയിലായാൽ നമ്മളെ കൊണ്ടാകുന്നത് പോലെ, എത്രത്തോളം പറ്റും എന്നൊന്നും അല്ല, നമുക്ക് പറ്റുന്നത് പോലെ ദൈവനാമ മഹത്വത്തിനായി നമ്മൾ എന്തെങ്കിലും ചെയ്ത് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ഞാനീ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും. എനിക്ക് കിട്ടാനോ ഒന്നുമല്ല. കാരണം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഞാൻ അക്കൗണ്ട് നമ്പർ പോലും വെച്ചിട്ടില്ല. ഞാൻ ആരോടും ചോദിക്കാറില്ല. ആരെങ്കിലുമൊക്കെ തരാമെന്ന് പറഞ്ഞാൽ പോലും പല സമയങ്ങളിലും അത് നിഷേധിക്കുകയാണ് പതിവ്. ഓക്കെ, കാരണം ഇത് പണപ്പിരിവിനായി തുടങ്ങിയ ഒരു സംവിധാനമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുകയും ഈ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പം ഈ ലോകത്തിൽ നമ്മൾ നോക്കിക്കേ, യൂസഫ് അലി എന്തുമാത്രം പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ആരോ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, താങ്കൾ ഇതെല്ലാം ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചാരിറ്റിയാണ് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സ്വന്തമായി ഒരു അനാഥാലയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതാർക്കും അറിയില്ല. സഫാരിയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് പോലും അതിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. നോക്കിക്കേ, അപ്പം ലോകത്തിലെ മനുഷ്യരും ബിസിനസ്സുകാരും എല്ലാവരും അവരുടെ ഒരു സൈഡിൽ അവരിത് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മൾ എത്രത്തോളം ഔദാര്യ മനസ്സുള്ളവരായിരിക്കണം, കണ്ണിൽ ചോരയില്ലാത്തവരായി, മനസാക്ഷിയില്ലാത്തവരായി. എന്തെങ്കിലുമൊക്കെ വിഷയം നമ്മൾ നേരിട്ട് കണ്ടാൽ, ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ സഹോദരന്മാരിൽ ഒരുവൻ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവനുമായിരിക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞ സമാധാനത്തോടെ പോയി തീ കായാനായിട്ട് പറയുകയാണ്. പക്ഷേ അവനെ ഉടുപ്പിക്കാനോ അല്ലെ അവന് ആവശ്യമുള്ള ഭക്ഷണമോ കൊടുക്കുന്നില്ല.
നിന്റെ വിശ്വാസം എങ്ങനെ ശരിയാകും? അബ്രഹാമിൻ്റെ വിശ്വാസം പ്രവൃത്തിയാലാണ് തെളിയിക്കപ്പെട്ടതെന്നൊക്കെ എന്ന് നമ്മൾ ഈ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ വിശ്വാസത്തിന് വിശ്വാസത്തിൻ്റെതായ ഒരു പ്രവൃത്തി ഉണ്ടാകേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. അപ്പം ഈ 41-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ മരണകരമായ അവസ്ഥയിലൂടെ ദാവീദ് കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ രോഗം എന്താണെന്നോ അദ്ദേഹത്തിൻ്റെ കഷ്ടത എന്താണെന്നോ നമുക്കറിയില്ല. പക്ഷെ വരുന്നവരും കാണുന്നവരുമെല്ലാം തന്നെ പുച്ഛിച്ച് നിന്ദിച്ച് ഇനിയും അവൻ ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞ് പ്രാണസ്നേഹിതന്മാർ പോലും തന്നെ തള്ളിക്കളഞ്ഞപ്പോൾ ആദ്യത്തെ അധ്യായങ്ങളിൽ താൻ പറയുക, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഈ മെഫീബോശത്തിനോടൊക്കെ അദ്ദേഹം കാണിച്ച ആ കരുണ നമുക്കറിയാവുന്ന കാര്യമാണ്. സാധാരണ മനുഷ്യരൊന്നും അത് ചെയ്യില്ല. അപ്പം ഈ അഹീത്തോഫേലും അബ്ശാലോമും ഒക്കെ തനിക്കെതിരായി നിൽക്കുമ്പോൾ പോലും താൻ പഴയ കാര്യങ്ങളെ ഉരുവിട്ടിട്ട് ഓർമ്മിച്ചുകൊണ്ട് താൻ പറയുകയാ, അങ്ങനെ ചെയ്യുന്നവൻ്റെ കിടക്കയെ ദീനത്തിൽ ദൈവം മാറ്റിവിരിക്കും. നമ്മൾ രോഗാവസ്ഥയിലുള്ളവരെ അതൊരു ജെനുവിനാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ചതി പറ്റല്ലേ, എനിക്ക് ഒത്തിരി ചതി പറ്റിയിട്ടുണ്ട്. പലതും പിന്നീട് കബളിപ്പിക്കലുകളാണെന്ന് മനസ്സിലായി. ഞാനതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ പോലും അതിൽ നിന്ന് പാസ് ഔട്ടായ ഒരാൾ കിഡ്നി സ്റ്റോൺ ആണെന്ന് പറഞ്ഞ് ഒരാറ്റിലെ കല്ലെടുത്ത് ഫോട്ടോ ഇട്ടിട്ട് എനിക്ക് അയച്ചു തന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി പല തരത്തിലുള്ള അസുഖങ്ങളുടെ പേര് പറഞ്ഞ് ഇങ്ങനെ സ്ഥിരമായി പിരിക്കുന്നവരുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അപ്പം ജെനുവിനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കേസുകളിൽ, സത്യസന്ധമാണെന്ന് മനസ്സിലാക്കുന്ന കേസുകളിൽ നമ്മൾ സഹായിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ സഹായിക്കുക, പ്രാർത്ഥനയോടൊപ്പം നമ്മൾ അതുകൂടെ ചെയ്യുക. അടുത്തത്, രോഗസൗഖ്യത്തിനായിട്ട് താൻ പാപമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇതിൻ്റെ അകത്തുണ്ട്. 4-ാമത്തെ വാക്യം, നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. ഒരു ഏറ്റുപറച്ചിൽ, ഒരു അനുതാപം. അപ്പോൾ പാപമേറ്റുപറച്ചിൽ, 2 ചെയ്ത നല്ല പ്രവർത്തികളെ ഒരു ഓർത്തെടുക്കൽ. അടുത്തത്, ദൈവത്തിന് സ്തോത്രം, 12-13 വാക്യങ്ങളിൽ ദൈവത്തിന് എന്നിൽ പ്രസാദമുള്ളതുകൊണ്ട് എന്നെ ശത്രുവിൻ്റെ കൈകളിൽ നിന്ന് വിടുവിച്ചിരിക്കുകയാണ്. അപ്പം ഞാനിതാണ് ഈ വീഡിയോയുടെ ആരംഭ സമയത്ത് പറഞ്ഞത്, ദൈവപ്രസാദമുള്ള ഒരു ജീവിതത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് എന്താണ്? അത് പാട്ടും പ്രാർത്ഥനയും ആരാധനയും മാത്രം പോരാ, അതിനോടൊപ്പം പ്രവൃത്തികളും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കുമെന്ന് ദൈവവചനത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത്. അടുത്തത്, എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുന്നു, നിൻ്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു. നോക്കിക്കേ, നിഷ്കളങ്കത്വമുണ്ട്. 2 പാപമേറ്റു പറയുന്നു. ദൈവപ്രസാദമുള്ള ഒരു ജീവിതത്തിനായിട്ട് താൻ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടുന്നു. അടുത്തത്, താൻ ചെയ്ത നല്ല പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ താൻ ആയിരിക്കുന്നു. പ്രിയരെ, ഈ കരുണ എന്ന് പറയുന്ന ഒരു ഗുണം നിങ്ങൾ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. കരുണ എന്ന് പറയുന്ന ആ ഒരു ഗുണത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. കരുണയില്ലാത്തവന് കരുണയില്ലാത്ത അതേ ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അതേ സഹായിക്കട്ടെ. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഗോഡ് ബ്ലസ് യു.